ഇവരെല്ലാം ഉറങ്ങിപ്പോയി. അവിടെ കുത്തിരി എന്തൊക്കെയോ കളിച്ച് ആർക്കും യാതൊരു കുഴപ്പമില്ല. രാവിലെ തന്നെ അനുഷ്ഠാനം കഴിച്ചില്ല. ഹലോ ഹലോ. അപ്പൊ ഇന്ന് ഞങ്ങക്ക് നോമ്പാണ്. കുറെ ദിവസമായി മക്കളിങ്ങനെ പറയുന്നു ഒരു ദിവസം നോമ്പെടുക്കണം. കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഒരു നോമ്പ് നല്ല രീതിയിൽ എടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ ഇപ്രാവശ്യം അങ്ങനെ എടുക്കാൻ പറ്റുന്നതാണ് ഒരു പ്രതീക്ഷ. ഞാൻ പറഞ്ഞിട്ടുണ്ട് നോമ്പ് എടുക്കുന്ന നമ്മൾ ആ രീതിയിൽ തന്നെ എടുക്കണം. അപ്പൊ അത് രാവിലെ എഴുന്നേറ്റ് ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ദേവും ഉണ്ട്. അതുകൊണ്ട് എല്ലാരും കൂടി ഉള്ള ഒരു ദിവസം എടുക്കാന്ന് വിചാരിച്ചിട്ടായിരുന്നേ. ഇപ്പൊ ഏകദേശം സമയം 5:15. ഞങ്ങൾ വേഗം ഭക്ഷണം കഴിക്കട്ടെ. 5:30 ഭക്ഷണം കഴിക്കുന്നതാണ് നോക്കിയിട്ട് തെറ്റാണെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക. ഞാൻ മനസ്സിലാക്കിയതോടെ ഇന്ന് രാവിലെ 5:30 ഭക്ഷണം കഴിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതനുസരിച്ച് രാവിലെ 4 മണിക്ക് എണീറ്റ് ഫുഡൊക്കെ ഉണ്ടാക്കി എല്ലാവരും ഭക്ഷണം കഴിക്കാൻ നോക്കുക. കടലക്കറിയും പുട്ടും കടലക്കറിയും. ഇനിയിപ്പോ ഇത് കഴിച്ചിട്ട് ഇനിയിപ്പോ ഇവരൊക്കെ ചിലപ്പോൾ ഇവിടെ തുടങ്ങണ്ടായിരിക്കും. എന്നിട്ട് ഇവർക്ക് നല്ല രീതിയിൽ എടുക്കാനാണെന്ന് വിചാരിക്കുന്നത്. അപ്പൊ ഞാൻ ഫുഡ് കഴിക്കട്ടെ, സമയം പോകും. അപ്പൊ രാവിലെ എന്നാലും കുളിയെല്ലാം കഴിഞ്ഞു. മക്കൾസ് ഒരു 10 മണി കഴിഞ്ഞല്ലേ? 10 മണി കഴിഞ്ഞിട്ടോ. ഒരു ഇതുവരെ വലിയ കുഴപ്പവും കാര്യങ്ങളൊന്നും ഉണ്ടാവും. രാവിലെ തന്നെ അനുഷ്ഠാനം കഴിച്ചില്ല. രാവിലെ പുട്ടും കടലയല്ലേ കഴിച്ചേ. പിന്നെ മക്കള് കുഞ്ഞും സിദ്ധുവും ദേവും അത്താഴത്തിന് ഉണർന്നതിന് ശേഷം ഉറങ്ങി. ഞാനും കുറച്ചേരം കിടന്നിട്ടുണ്ടേ. പക്ഷെ കുഞ്ഞും ദേവും ഉറങ്ങാട്ടോ. ഞാൻ വിളിച്ചിട്ടില്ല. 10 മണിയായിട്ടല്ലേ ഉള്ളൂ. കുറച്ചുകൂടി ഒരു 11 മണിയായിട്ടൊക്കെ ഉറങ്ങാൻ പറ്റുമെന്നൊക്കെയാണ് തോന്നുന്നല്ലേ രാവിലെയൊക്കെ. എന്നാലും നമ്മള് ഓരോരോ പ്രാർത്ഥനയുടെ സമയമൊന്നും മറന്ന് അങ്ങനെ ഉറങ്ങുകയൊന്നും ചെയ്യാം. ഉറങ്ങാം, പക്ഷെ അങ്ങനെ ഒരു ഇതാന്ന് തോന്നുന്നില്ല. എന്തായാലും മനസ്സില് നോമ്പെടുക്കുക എന്നുള്ള ആ ഫീലിംഗ് കൂടെ തന്നെ കേട്ടോ ചെയ്യുന്നത്. പിന്നെ വേറെന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മളിപ്പോ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നോമ്പ് എടുത്ത് ഇങ്ങനെ അകത്തിങ്ങനെ ഇരിക്കാൻ അനങ്ങാണ്ട് അതൊന്നുമല്ല. നമ്മളെ വർക്കും കാര്യങ്ങളൊക്കെ അതിന്റെ കൂടെ തന്നെ നടക്കണം. അക്ഷയയില് പോകാനുണ്ട്, സാധനങ്ങൾ വാങ്ങിക്കാൻ പോകാനുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു ഞങ്ങള് രണ്ടാളും കൂടി അങ്ങോട്ട് ഇറങ്ങാന്ന് വിചാരിച്ചേ. പിന്നെ തേങ്ങ പറിക്കാൻ പോകാൻ. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. അപ്പൊ അതൊരു കുഴപ്പമില്ല. എല്ലാവരും പ്രാർത്ഥനയോട് സുഖമായിട്ട് പോകുന്നുണ്ട്. ഒന്നും പ്രശ്നം കാര്യങ്ങളൊന്നും ഇല്ല. അത്ര ടൈമേ ആയുള്ളൂ. പ്രശ്നമൊന്നും ആളുടെ ടൈമൊന്നും ആയില്ല. പിന്നെ ഇപ്രാവശ്യവും ഇങ്ങനെ എടുക്കാൻ ദൈവത്തിന്റെ ഒരു ഭാഗ്യം ഉണ്ടായി അല്ലേ? കഴിഞ്ഞ വിചാരിച്ചു ഇപ്രാവശ്യവും നമ്മള് എടുക്കാൻ പറ്റണേന്ന്. ഇപ്പൊ ദൈവം കൂടി ഉള്ളതിനെ കൊണ്ട് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടോ. കാരണം പിന്നെ ഓളുണ്ടാവൂലല്ലോ. അങ്ങനെ ഇപ്പൊ ഇതുവരെ എത്തിക്കുന്നുണ്ട്. ഇനിയിപ്പോ നമുക്ക് ഞാൻ ടൗണിൽ പോയിട്ടൊക്കെ വരട്ടെ. കുറെ പരിപാടികളുണ്ട് ഇതിന്റെ ഇടയിൽ. കഴിഞ്ഞ നോമ്പിൽ ഒരു കാര്യം ഉണ്ടായിട്ടോ, ഒരു പരിപാടി ഇല്ലായിരുന്നു. വീട് തന്നെ ഇപ്രാവശ്യം പരിപാടികളുണ്ട്. വൈകുന്നേരം ഇവർക്കുള്ള ഫുഡും കാര്യങ്ങളും ഒരുക്കം വേണം. ഒക്കെ തിരക്കും കാര്യങ്ങളുണ്ട്. നമ്മൾ സാധനം വാങ്ങാൻ പോയ ഒരു സ്ഥലത്തൊന്നും വീഡിയോ എടുക്കാനായില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ അക്ഷയ പോയി അവിടെ ഭയങ്കര തിരക്കായിനെ. അതുകൊണ്ട് തന്നെ ഒരു വീഡിയോ എടുത്തിട്ടില്ല. പിന്നെ ഞാൻ സൈഷന്ന് പറയുന്നുണ്ട് ഇപ്പോൾ എന്താ ചെയ്തെന്നുള്ളൊരു വീഡിയോ എടുത്തിട്ടില്ലെന്ന്. മക്കളിതാ ഇപ്പോഴും എനിക്ക് തോന്നുന്നു കുഞ്ഞു സിദ്ധുക്ക് എനിക്ക് തോന്നുന്നു ഉറങ്ങാണെന്ന് തോന്നുന്നു. വാതിലൊക്കെ അടച്ചാ കിടക്കുന്നത്. വാങ്ങിയിട്ടുണ്ട്. പിന്നെ കുറച്ച് പാലും കാര്യമൊക്കെ വാങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞങ്ങൾക്ക് പിന്നും പോണോ തേങ്ങ പറിക്കുന്ന ഇടത്തിലേക്ക്. അപ്പൊ അതോടെയും കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ബാക്കി നോമ്പിന്റെ കാര്യങ്ങളൊക്കെ. പിന്നെ ഞാൻ ഇപ്പൊ സൈഷനോട് വൈക്കുന്നത് ചോദിച്ചിട്ടാണ് കേട്ടോ. വരുന്ന വൈക്ക് നിങ്ങൾക്ക് ക്ഷീണമുണ്ടോ അല്ലെങ്കിൽ വിശക്കുന്നുണ്ടോന്ന്. എനിക്ക് കുറച്ചൊരു 10:30 ഞാൻ അക്ഷയയിൽ നിൽക്കുന്ന സമയത്ത് എനിക്ക് ചെറുതായിട്ട് ഇങ്ങനെ ഒരു വയറ്റുന്ന് കത്തുക എന്നൊക്കെ പറയുന്നത്. അല്ലെങ്കിൽ ടൗണിലേക്ക് ഇറങ്ങിയാൽ കുടിച്ച് ശീലമുള്ളതിനെ കൊണ്ടേ വെള്ളം കുടിച്ചാലോ എന്നൊക്കെ ഒരു തോന്നൽ ഇങ്ങനെ വന്നിനെ. പിന്നെ ഞാൻ അതിലോടൊക്കെ ശ്രദ്ധിച്ച് ഇപ്പൊ ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് ഈ സമയത്ത് യാതൊരു കുഴപ്പമില്ല. വിശപ്പ് പറയുന്നില്ല, വയറൊക്കെ ഓക്കെയാണ്, ഒരു പ്രശ്നമില്ല. ഇനിയിപ്പോ ഇപ്പൊ എനിക്ക് സമയം എത്ര 1 മണി ആവാനായോ? 12:30 ആയി. ഇനി നമുക്ക് തേങ്ങ പറിക്കുന്ന ഇടത്തിൽ പോകാനുണ്ട്. അതുകൂടി കഴിഞ്ഞിട്ട് നോമ്പ് തുറക്കുന്നതിന്റെ കാര്യം നോക്കണം. ഇനി മക്കളുടെ സ്ഥിതി എന്താ നോക്കട്ടെ. എല്ലാം പറിച്ചത് ഇപ്പം വന്നിട്ടുള്ളൂ കേട്ടോ. സമയം 6:15 കഴിഞ്ഞ്. ഭദ്രേ നാരായണ
ദൈവത്തിന്റെ അനുഗ്രഹത്താല് ഇത് ഇത്രയും നേരം എനിക്കും സിദ്ധു കുഞ്ഞൂനും ആർക്കും യാതൊരു കുഴപ്പമില്ല. ഞാൻ ഒന്നുകൊണ്ടൊരു ക്ഷീണവും പ്രശ്നമൊന്നുമില്ല. അപ്പൊ ഞാൻ നോമ്പ് തുറക്കട്ടെ, സമയമായി. എന്താ നോമ്പ് തുറ എൻ്റെ ഇതാണോ എന്നൊക്കെ, പക്ഷെ ഒന്നുമില്ല. നോമ്പ് തുറന്ന് കഴിഞ്ഞിട്ട് ബാക്കി ഐറ്റംസും കാര്യമൊക്കെ വെച്ചിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചതാണ്. ഫസ്റ്റ് തന്നെ നോമ്പ് തുറക്കട്ടിട്ട് കാരൊക്കെ ഉണ്ട്. ഇളനീരിൻ്റെ വെള്ളം കേട്ടോ, വെറും വെള്ളമാണോ അങ്ങനെയൊക്കെ ഉണ്ടോ എന്നൊന്നും അറിഞ്ഞൂടാ. പക്ഷെ ഇളനീരിൻ്റെ വെള്ളമാണ് ഇയാൾ വെച്ചത്. എങ്ങനെയാ ഞാൻ സാധാരണ ദൈവത്തിനെ പ്രാർത്ഥിക്കുന്നത്, അത് ഇങ്ങനെ അള്ളാഹുവിൻ്റെ വേറെ അല്ലെങ്കിൽ ദൈവം മറ്റേ ഞാൻ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. എല്ലാത്തിനും പ്രാർത്ഥന ദൈവമേ എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ്. പക്ഷെ ഇന്നിപ്പോ ഒരാള് കമന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, രാവിലെ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടാരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ദൈവത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ നോമ്പ് നോൽക്കുന്നത്. അപ്പൊ ദൈവം തന്നെ തന്ന ഭക്ഷണം കഴിച്ചുകൊണ്ട് നമ്മളിതാ അപ്പൊ എല്ലാരും ഇനിയും ഒരുപാട് കാര്യങ്ങൾ നോമ്പൊക്കെ അങ്ങനെ നോമ്പ് ഇറക്കി. നോമ്പ് തുറന്നതിന് സമയത്ത് കാരക്കയും ഇതും മാത്രം കേട്ടോ. കൈമേന് ഞങ്ങൾക്ക് ഒരു അതുമില്ല, എന്തൊക്കെയോ എണ്ണക്കടി ഇതെല്ലാം കൂടെ നോമ്പ് തുറക്കുന്ന സമയത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നില്ലേ. ഒന്നും കഴിക്കാനും പറ്റിയിട്ടില്ല. പിന്നെ എന്തൊരു വിഷമ ക്ഷീണം പോലെയൊക്കെ വന്ന് ഇതിപ്പോ എന്താന്ന് വെച്ചാല് നമ്മള് വെള്ളം കുടിച്ചിട്ട് കുറച്ച് നേരം അത് നമ്മള് വയറുമായിട്ടൊക്കെ റെഡി. ഇപ്പൊ ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പൊ ഞാൻ പറയും എന്നിട്ട് മതി ബാക്കിയുള്ള കാര്യങ്ങളെന്നൊക്കെ വിചാരിച്ചപ്പോ ഇതൊക്കെയാണ് ഞങ്ങൾ ഇന്ന് നോമ്പ് എന്ന് പറയുന്നത് സ്പെഷ്യല്. കാര്യമായിട്ടൊന്നുമില്ല, കുറച്ച് ഫ്രൂട്ട്സ് ഉണ്ട്, പിന്നെ കല്ലമ്മക്കായ ഉണ്ട്, ഉന്നക്കായി, ഇറച്ചിപ്പത്തിരി ഉണ്ട്, ബോണ്ട ഉണ്ട്, പഴംപൊരി ഉണ്ട്, കുറച്ച് ഫ്രൂട്ട്സ് ഉണ്ട്. പിന്നെ നമ്മള് പിസ്ത വെള്ളം കഴിഞ്ഞ നമ്മള് മുഹബത്ത് കാ സർബത്തായി ഉണ്ടാക്കിയത് വേറെ സ്പെഷ്യൽ തന്നെ. അപ്പൊ നമ്മൾ കുടിക്കട്ടെ അല്ലേ? അപ്പൊ എല്ലാവരും ഇന്ന് നോമ്പെടുത്ത കാര്യങ്ങളിൽ പറഞ്ഞു കൊടുക്കും. എന്താ ഇപ്രാവശ്യം നോമ്പെടുത്ത അനുഭവങ്ങൾ പറഞ്ഞു കൊടുക്കും. കുഞ്ഞുവിനെന്തായി? രാവിലെ നല്ല വിഷമമുണ്ടായിരുന്നു. രാവിലെ ഫുഡ് കഴിച്ച് പിന്നെ ഒന്ന് ഉറങ്ങി എണീച്ചപ്പോൾ നല്ല വിഷമമുണ്ടായിരുന്നു. പിന്നെ അങ്ങോട്ട് വൈകുന്നേരം അതുകൊണ്ടായിരിക്കും എല്ലായിടത്തും തന്നെ കിടന്നു ഉറങ്ങി അല്ലേ? എണീറ്റ പണിയാകുമെന്ന് വിചാരിച്ചിട്ട് നല്ലോണം ഉറങ്ങിയിട്ടില്ല കുഞ്ഞു. എനിക്ക് രാവിലെ ഒരു കുഴപ്പമില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞ് പിന്നെ എനിക്ക് തോന്നുന്നൊരു ടൗണിലൊക്കെ പോയില്ലേ, ആ സമയത്ത് എനിക്ക് പെട്ടെന്നൊരു 11 മണിക്ക് പിന്നെ ഇപ്പം ഉണ്ടായത് കറക്റ്റ് ഉച്ചയ്ക്ക് ഒരു 2 മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ ചോറ് ഇരുന്ന സമയം ഇടുന്നത്. അപ്പം എന്തെങ്കിലും പിന്നെ ഒരു ഇത്തിരിയില്ല, വൈകുന്നേരം ഒന്നും ഒരു ഇത്തിരിയില്ല, തീരല്ല അതിന്. എന്തായാലും വെക്കേഷൻ ഉണ്ടെന്ന് പറഞ്ഞാൽ നോമ്പെടുക്കണം എന്ന് ആദ്യം വിചാരിച്ചാ. അപ്പൊ ഞാൻ നാളെ പോവുക. ഇനിയിപ്പോ എപ്പോഴാ ലീവ്? ഈദിന്റെ ലീവ് ഉണ്ട് അല്ലേ? ഈദിന്റെ ലീവ് ഉണ്ട്. അപ്പൊ ഞങ്ങൾ ഇവിടെ കൂടെ ഉണ്ടാകുമ്പോ ഏതായാലും നോമ്പെടുക്കാലോ. എനിക്ക് രാവിലെ എണീച്ചപ്പോ കുറച്ച് വിശപ്പുണ്ടായിരുന്നു. പിന്നെ ഇവരെല്ലാം ഉറങ്ങിപ്പോയി. ആവളക്കുത്തിന് എന്തൊക്കെയോ കളിച്ച്. അപ്പോൾ പിന്നെ കുറച്ചു നേരം കിടന്നുറങ്ങി. പിന്നെ എണീച്ച് പിന്നെ കുഴപ്പമില്ലായിരുന്നു. പിന്നെ ഉച്ചയിലായപ്പോഴേക്കും വിശപ്പോയി. വെള്ളം കുടിക്കാൻ കുടിക്കാൻ നമ്മള് കുളിക്കുമ്പോൾ വെള്ളം കുടിക്കാൻ മാത്രം സാധിക്കും. എന്താ ചെയ്യണ്ടേന്ന് ഒരു ഐഡിയ അല്ലായിരുന്നു. പക്ഷെ വൈകുന്നേരം വരെ വെള്ളം കുടിക്കാൻ നിന്നെ ഒരു സംഭവം അല്ലേ പിടിച്ചു തന്നെ.
അപ്പോൾ ഗൈസ് നോമ്പിന്റെ നേരത്തെ ഫുഡ് കഴിച്ചതിന് ശേഷം സ്നാക്സ് കഴിച്ചതിന് ശേഷം ഇപ്പോഴാണ് വിശക്കുന്നത്. അപ്പോൾ 10:10 എന്നിട്ട് ഞാൻ എന്താ പറയുക ആർക്കും അത്ര വിശപ്പില്ല. സത്യം. കുറച്ച് ബിരിയാണി വാങ്ങിയിരുന്നു. പിന്നെ രാത്രിത്തെ ഭക്ഷണം ഒന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. ഇന്ന് പിന്നെ ഫുള്ളും ഓട്ടത്തിനല്ലായിരുന്നു, തേങ്ങ വറക്കാൻ പോയി അതുകൊണ്ട് ഫുഡൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പം പുറത്തുനിന്ന് വാങ്ങിയതാട്ടെ ബിരിയാണി. പിന്നെ നേരത്തെ കഴിച്ചതിനെ കൊണ്ട് തന്നെ ശരിക്കും പറയുകയാണെങ്കിൽ വലിയൊരു വിശപ്പും കാര്യമൊന്നുമില്ല കേട്ടോ, അല്ലേ? പക്ഷെ തിന്നുന്നില്ല എന്ന് വെച്ചോ. പക്ഷെ എന്നാലും കഴിച്ചില്ലെങ്കിൽ നാളെ ചിലപ്പോ ഒരു പക്ഷേ ക്ഷീണമായി. കാരണം കഴിച്ച കംപ്ലീറ്റ് എണ്ണക്കടികളൊക്കെയാണല്ലോ കഴിച്ചത്. നാളെ എനിക്ക് ഹോസ്റ്റലിൽ പോയാൽ റിഗ്രറ്റ് ചെയ്യും. രാത്രി നല്ല ഫുഡൊന്നും തിന്നില്ലാലോ. അപ്പൊ നാളെ രാത്രി ഞാൻ ഹോസ്റ്റലിലായിരിക്കും. അപ്പൊ റിഗ്രറ്റ് ആയിരിക്കും എനിക്ക്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ നോമ്പ് തുറ. അടിപൊളി നോമ്പ് അല്ലേ? പക്ഷെ വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. പക്ഷെ കഴിഞ്ഞ കൊല്ലം ഫ്രീ ആയിട്ട് രാവിലെ തൊട്ട് രാത്രി വരെ വീട്ടിലിരുന്ന്. പക്ഷെ ഇപ്രാവശ്യം ഇരുന്നിട്ടേ ഇല്ല, ഓട്ടം തന്നെയായിരുന്നു. സമയം പോയത് അറിഞ്ഞില്ല. അപ്പൊ എന്തായാലും ഛർദിക്കുന്നില്ല. കഴിഞ്ഞ പ്രാവശ്യം പിന്നെ ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ഫുഡെല്ലാം കഴിച്ച് അവസാനം ഫുഡ് ഇടങ്ങാറായിരിക്കുന്നു. പക്ഷെ ഇപ്രാവശ്യം വലിയ കുഴപ്പമൊന്നുമില്ല. ആർക്കും ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. ക്ഷീണമൊക്കെ ഉണ്ടാവും വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ പ്രശ്നങ്ങളൊന്നുമില്ല. എല്ലാവരെയും രാവിലെ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടപ്പം തന്നെ എല്ലാവരെയും പ്രാർത്ഥനയും ഇതൊക്കെ ഉണ്ടായിരുന്നു. കുഴപ്പമില്ലാതെ മുടക്കമില്ലാതെ ഇത് നടക്കട്ടെ എന്ന്. അപ്പൊ നിങ്ങള് അതേപോലെ തന്നെ ഇതുവരെ ഇന്നിപ്പോ രാത്രി വരെയായി കുഴപ്പമില്ലാണ്ട് നടന്നിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും കഴിഞ്ഞ കൊല്ലത്തെ പോലെ തന്നെ ഈ കൊല്ലം ഞങ്ങള് നല്ല രീതിയിൽ നോമ്പൊക്കെ എടുത്തു. അപ്പൊ ശരിക്കും പറയാൻ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം വെച്ചാൽ തീരെ ആ ഒരു 2 സമയത്ത് ചെറുതായിട്ടൊന്നും വിശന്നല്ലാണ്ട് പിന്നെ വിശന്നിട്ടേ ഇല്ല. അല്ലാണ്ട് ഇനിയിപ്പോ എന്തിനെങ്കിലും പുറത്തൊക്കെ നമ്മുടെ ടൗണിലൊക്കെ പോയിട്ട് ഫുഡൊക്കെ കഴിക്കാണ്ട് ഇങ്ങനെ ഓരോരോ തിരക്കിലായി പോയി കഴിഞ്ഞാൽ ഭയങ്കര ക്ഷീണം, ദാഹം, ഇവിടെ എത്തുമ്പോഴത്തേക്ക് വലഞ്ഞ് അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളുമില്ല കേട്ടോ. ഇതൊരു പക്ഷേ എന്താ പറയുക, നമ്മളൊരു കാര്യം ആഗ്രഹിക്കുമ്പോൾ ദൈവം നമ്മുടെ കൂടെ നിന്ന് ചെയ്യുമെന്ന് പറഞ്ഞ പോലെ തന്നെ നല്ല രീതിയിലായിരുന്നു. അപ്പൊ ഇതൊക്കെയാണല്ലോ ഞങ്ങളെ ഇപ്രാവശ്യത്തെ നോമ്പിന്റെ വിശേഷം. എല്ലാവർക്കും നമുക്ക് അതായത് ഇതേപോലെ നമ്മളിപ്പോ ഒരു ഒറ്റ ദിവസം മാത്രമേ എടുത്തിട്ടുള്ളൂ അല്ലേ? അപ്പൊ എല്ലാ ദിവസവും ഇതേപോലെ ദിവസം എടുക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ചെറിയ മക്കളുണ്ട്. ഞാൻ മർക്കസ് പഠിക്കുന്ന സമയത്തൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. അവിടെ ഞാൻ പഠിപ്പിച്ച 1ാം ക്ലാസ് 2ാം ക്ലാസ്സിലെ മക്കളൊക്കെ ദിവസവും നോമ്പെടുക്കുന്നു. അപ്പൊ അങ്ങനെ അത് ഞാൻ പറഞ്ഞല്ലോ ഒരു ദൈവത്തിന്റെ ഒരു ഇതാണ്. അല്ലാത്ത ടൈമിലാണെങ്കിൽ നമ്മൾ രാവിലത്തെ ഒരു ചായ കഴിഞ്ഞ് ഉച്ചയ്ക്ക് ചോറ് കഴിക്കാതെ മക്കൾ നിന്നിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് വീട് പോകും അല്ലെ? ഇത് അങ്ങനെ ഒരു സംഭവമേ ഇല്ല. അപ്പം ഇതൊക്കെയായിരുന്നു കേട്ടോ നമ്മളെ നോമ്പിന്റെ വിശേഷങ്ങള് അല്ലേ? അപ്പൊ നോമ്പെടുക്കുന്ന എല്ലാവർക്കും നമ്മളുടെ കുടുംബത്തിന്റെ വക എല്ലാവർക്കും അല്ലേ ആശംസകൾ. പിന്നെ അപ്പൊ ഇനി എല്ലാ നോമ്പും കൃത്യമായിട്ട് എടുക്കാൻ പറ്റട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. അപ്പോൾ എല്ലാവർക്കും ബൈ.